ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഗോതമ്പ് പൊടി കൊണ്ടുള്ള നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ്. ആ ഗോതമ്പ് പൊടി ചേർക്കാം. വളരെ കുറച്ച് ചേരുവകൾ ചേർത്തിട്ട് വളരെ രുചികരമായിട്ട് തയ്യാറാക്കി എടുക്കുന്ന ഒരു സ്വീറ്റാണ് കേട്ടോ. ഇനി വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. നമ്മുടെ ആ ഗോതമ്പ് പൊടിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഗോതമ്പ് പൊടിയുടെ നല്ലൊരു മണം വന്ന് തുടങ്ങും. ഇതിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങും. ആ ഒരു സമയം വരെ നമ്മളൊന്ന് വറുത്ത് കൊടുക്കണം. കൈയെടുക്കാതെ ഒന്ന് വറുത്തേക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ അടിക്കിലുള്ള ആ ഒരു മാവിൻ്റെ കളർ പെട്ടെന്ന് മാറിപ്പോകും. ഒരല്പസമയം ഒന്ന് വറുത്ത് കൊടുത്ത് നമ്മുടെ ആ ഗോതമ്പ് പൊടിയൊക്കെ ലൈറ്റായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണ്. വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ച് പൊടിച്ചെടുക്കുന്നതാണ്. ആ ഒരു തേങ്ങയും കൂടി ചേർത്തിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് സമയത്ത് വറുക്കണം എന്നില്ല. തേങ്ങ നന്നായിട്ടൊന്ന് ചൂടാകുന്നത് പോലെ ഒന്ന് വറുത്തെടുത്താൽ മതിയാവും. തേങ്ങ ചേർത്തിട്ട് ഏകദേശം ഒരു 2-3 മിനിറ്റോളം ഞാനൊന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കി എടുക്കാവുന്നതാണ്. 1 കപ്പ് അളവിൽ ഞാനിപ്പോൾ ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു കടായിലേക്ക് ചേർക്കാം. അതേ അളവിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി. ഇനി നമ്മുടെ ഈ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്താൽ മാത്രം മതിയാവും. ഇനി നമ്മുടെ ഈ ശർക്കര നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴത്തേക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഉരുകിയിട്ടുണ്ടാവും. നന്നായിട്ട് ഇതൊന്ന് തിളച്ചപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ശർക്കരയെല്ലാം നല്ലതുപോലെ ഒന്ന് ഉരുകി കിട്ടിയിട്ടുണ്ട്. ശർക്കരയിൽ അത്യാവശ്യം കല്ലും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ അരിച്ച് ഇതേ കടായിലേക്ക് തന്നെ ചേർക്കാവുന്നതാണ്. അരിച്ചെടുത്ത ശർക്കര പാനിയിലേക്ക് നമ്മുടെ മിക്സ് ചേർക്കാവുന്നതാണ്. ഫ്ലെയിം ഒന്ന് ലോയ്ക്ക് മീഡിയത്തിന് ഇടയ്ക്ക് വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെയ്യ് കൂടുതലായിട്ട് ചേർക്കുന്നതിനനുസരിച്ചിട്ട് നല്ലതുപോലെ ലൂസായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത്രയ്ക്ക് നെയ്യ് കൂടുതലായിട്ട് ഇതിലേക്ക് ചേർക്കുന്നില്ല. 2 ടേബിൾ സ്പൂൺ നിറയെ തന്നെ എടുത്തിട്ടുണ്ട്. അത്രയും മതിയാവും. നെയ്യും ചേർത്തിട്ട് ഏകദേശം ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ ഇതൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി ഒരുപാട് സമയത്ത് നമ്മൾ വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യമേ തന്നെ നമ്മുടെ ഗോതമ്പ് പൊടിയെല്ലാം നല്ല രീതിക്ക് ഒന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് സമയത്ത് നമ്മളിത് വഴറ്റിയെടുക്കണം എന്നുള്ള ആവശ്യമില്ല. അപ്പോൾ ഇത് ഇത്രയും തന്നെയാണ് ഇതിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. കൂടുതൽ സമയത്ത് വഴറ്റണ്ട. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏലക്കാപ്പൊടി ചേർക്കുന്നില്ല. കാരണം നമ്മുടെ ആ തേങ്ങയുടെ ആ ഒരു ഫ്ലേവർ തന്നെ ഇതിൽ ധാരാളം മതിയാവും. ഏലക്കാപ്പൊടി എക്സ്ട്രാ ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിത് വേഗം തന്നെ ഇത് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഗ്ലാസിൻ്റെ ഒരു ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇത് തന്നെ വേണമെന്നൊരു നിർബന്ധവും ഇല്ല. നമുക്ക് സാധാരണ സ്റ്റീലിൻ്റെ ഒരു തട്ട് തന്നെ മതിയാവും. അതിലേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് ഒരു സ്പൂണും ഉണ്ടോ ഫോർക്കും ഉണ്ടോ നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് പ്രസ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് ബദാം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കുകയാണ്. എന്നിട്ട് സ്പൂൺ കൊണ്ട് വീണ്ടും ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 30 മിനിറ്റ് മാത്രം നമ്മളിത് ഇങ്ങനെയൊന്ന് വെച്ചിരുന്നാൽ മതിയാവും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ വെച്ചിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ് കേട്ടോ. കുട്ടികളെ വൈകുന്നേരം സ്വീറ്റൊക്കെ ചോദിക്കുമ്പോൾ എളുപ്പത്തിൽ ചടപടയും തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.